ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. അപ്പം അതിനായിട്ട് എടുത്തിരിക്കുന്നത് മട്ടൻ, പിന്നെ 4 സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഞാനൊരു പൊട്ടറ്റോ കൂടി എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ചേർക്കാം, ആവശ്യമുള്ളവർക്ക് ഇടാതെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പും. ഇത് നമ്മുടെ വയണയിലാണ്, വയണ ഇട്ട് കഴിഞ്ഞാൽ രുചി കൂടും. അപ്പൊ വയണെല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മട്ടൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പം ആദ്യമേ സ്പൂണ് മുളക് മല്ലിപ്പൊടി. നമ്മൾ അതിലേക്ക് മസാല എടുക്കുന്നുണ്ട്. 3 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക്, ശകലം മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ശകലം മട്ടൻ മസാല. നാല് സവാള അരിഞ്ഞത്, മുളക്, പച്ചമുളക് നടുകെ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഗരം മസാലകൾ, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല. ഇത്രയാണ് നമ്മളിവിടെ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ആദ്യമായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പെരുംജീരകം, കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു ഇതിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലൂടെ വയണെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മട്ടന് ടേസ്റ്റ് കൂടും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞത് ഇടും. ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വഴറ്റി ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വന്നതിലേക്ക് ഞാൻ ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് അതിനെ വഴറ്റണം. ഇപ്പൊ സവാള ഒരുവിധം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. അതിന്റെ ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ആ മണമൊന്നും ഉണ്ടാവത്തില്ല അതിന്റെ. അപ്പൊ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി, അധികം നേരം അതിനെ ആക്കേണ്ട ആവശ്യമില്ല.
മല്ലിയില ടേസ്റ്റ് വേണ്ടവർക്ക് മല്ലിയില ഇടാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഈ മസാലയിലേക്ക് ചേർത്ത് മസാല നന്നായിട്ട് എന്താ പറയുക പച്ചമണമെല്ലാം മാറി നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പം മസാല തന്നെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് നല്ല പാകമായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഇപ്പം മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാൻ പോവാണ്. ഈ മട്ടനും മസാലയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ അഡീഷണലായിട്ട് ഒരു പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാണ്. പൊട്ടറ്റോ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു പൊട്ടറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ബാക്കിയുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് അതിനെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ശകലം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിക്കാൻ മതിയാവും. മട്ടൻ വേവാനുള്ള വെള്ളം മതി. അതെ, ഒത്തിരി പിന്നെ കറി അങ്ങ് വെള്ളമായിപ്പോ. നമുക്ക് അടച്ചു വെക്കാം. അടയ്ക്കാം. നമ്മളങ്ങനെ മട്ടൺ കുക്കറിലാക്കിയിട്ടുണ്ട്. ഒരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം 3 വിസിലായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ആവി പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി കുക്കർ തുറക്കാം. അതിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മട്ടൻ കറി എന്തായാലും നോക്കാം. അടിപൊളി മട്ടൻ കറി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ആവി പറക്കുന്ന മട്ടൻ കറി. അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. ബൈ ബൈ.